ഫ്രണ്ട്സ്, പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് മക്രോണി ഇല്ലേ, പാസ്തേൻ്റെ വൈറ്റ് സോസ് പാസ്തേൻ്റെ റെസിപ്പി ആയിട്ട് വന്നിട്ടോ. അപ്പോൾ ഞാൻ നീളമുള്ള പാസ്ത നോക്കിയിട്ട് എടുത്തത്. അത് ഞാൻ കുറച്ചധികം വെള്ളം വെച്ചിട്ട് തിളപ്പിച്ചിട്ട് ഉപ്പും പിന്നെ ഒരു സ്പൂണ് സൺഫ്ലവർ ഓയിലും കൂടി തിളപ്പിച്ചിട്ട് നന്നായിട്ട് വെന്തതിന് ശേഷം ഊറ്റി മാറ്റി വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിനൊക്കെ നമുക്കൊരു വൈറ്റ് സോസ് തയ്യാറാക്കാൻ കേട്ടോ. അപ്പോൾ അതിനൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് പിന്നെ ഞാൻ ബട്ടർ ഇട്ട് കൊടുക്കുന്നു കേട്ടോ. ബട്ടർ അതായിരിക്കും ടേസ്റ്റ് ഉണ്ടാകുന്നത്. മറ്റേ എണ്ണയൊക്കെ ഒഴിച്ചാക്കുമ്പോൾ ടേസ്റ്റ് കുറവായിരിക്കും. അപ്പോൾ ഇത് ബട്ടർ 2-3 ക്യൂബ്, ഞാൻ ക്യൂബ് പോലത്തെ ബട്ടർ വാങ്ങിയത് കേട്ടോ. അപ്പോൾ അത് പിന്നെ നല്ല ഇത് പിന്നെ നമുക്ക് ചെറിയ പരിപാടിക്കൊക്കെ ആണെങ്കിൽ ഉണ്ടാക്കുന്നതെങ്കിൽ ഇങ്ങനത്തെ ഓരോ കഷ്ണങ്ങൾ മതി. ഞാനത് 3-4 ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ അത് നന്നിട്ടൊന്ന് അധികം തീ ചൂടാവരുത് കേട്ടോ. ചെറിയ തീയിൽ വെക്കണം, ബട്ടർ പെട്ടെന്ന് കരിഞ്ഞു പോകും. അതിലേക്ക് ഞാനൊരു 5-6 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതാണ് അത് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. തീ നന്നായിട്ട് ശ്രദ്ധിക്കണം, ബട്ടർ പെട്ടെന്ന് കരിഞ്ഞു വന്ന സാധനമാണ്. ചട്ടി ചൂടായതിനു ശേഷം ചെറിയ ചൂടായതിനു ശേഷം അതിലേക്ക് ബട്ടർ ഇട്ട് കൊടുക്കുക. അതിലേക്ക് പിന്നെ അരിഞ്ഞ് വെച്ച വെളുത്തുള്ളി, പിന്നെ 3 സ്പൂണ് മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നന്നായിട്ടൊന്ന് ഈ ബട്ടറിൽ കിടന്ന് ഫ്രൈ ആയി വരട്ടെ കേട്ടോ. അപ്പോഴൊക്കെ തീ കുറച്ച് വെക്കണേ. ചെറിയ തീ കിടന്ന് അങ്ങനെ സമയം എടുത്താവണത്. അപ്പോൾ നന്നായിട്ട് നല്ലൊരു സ്മെല്ല് വരും കേട്ടോ. ഈ മൈദ ഇതിൽ കിടന്ന് അങ്ങനെ മൂത്ത് വരുമ്പോൾ. അപ്പോൾ അതിലേക്ക് നമുക്കിനി നന്നായിട്ട് അതിന് ശേഷം പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ഒരു 1 കപ്പ് പാൽ ഒഴിച്ച് കൊടുക്കുന്നത്. നന്നായിട്ട് മിക്സ് ആക്കണം കേട്ടോ. അതങ്ങനെ കട്ട കെട്ടി കിടക്കും. അതൊക്കെ ഒന്ന് ഉടച്ചിട്ട് പിന്നെ ഈ മൈദ ഒന്ന് വെന്ത് വരുന്നവരെ അത് അവിടെ നിന്ന് ആകുന്ന സമയത്ത് നമുക്ക് ഇവിടെ ഒരു പിന്നെ വെജിറ്റബിൾ ഒന്ന് ഫ്രൈ ചെയ്യാണ്ട് കേട്ടോ. അപ്പോൾ അതിനായിട്ട് പിന്നെ വെജിറ്റബിളും ചിക്കനൊക്കെ വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ഒരു സവാള ഇങ്ങനെ ചെറുതായിട്ടല്ല, അങ്ങനെ നമ്മൾ ക്യൂബാക്കി അരിയുമല്ലോ, അതുപോലെ അരിഞ്ഞിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുക. അതും ചെറിയ തീ തന്നെ വെച്ചിട്ടാവണം കേട്ടോ. വെജിറ്റബിളൊക്കെ പിന്നെ ഓൾറെഡി പകുതി വേവായതാണ്. അപ്പോൾ അത് നന്നായിട്ട് അതിലേക്ക് ഇട്ടിട്ട് അതിൽ ഞാൻ പിന്നെ ഒരു സവാള, പിന്നെ ഗ്രീൻ പീസ്, അതേപോലെ ബീൻസ്, പിന്നെ കോളിഫ്ലവർ, ഇത്രയും സാധനങ്ങൾ കേട്ടോ. അപ്പോൾ അതവിടെ ചെറിയ തീര് വെച്ചിട്ട് ഞാൻ അവിടെ അങ്ങനെ ആക്കുന്നുണ്ട്. ഇവിടെ വൈറ്റ് സോസ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്ക് നമ്മൾ വേവിപ്പിച്ച പാസ്ത ഇട്ട് കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് ഉടഞ്ഞു പോവാതെ നല്ല അടിക്കൂടിയിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. നല്ലൊരു ടേസ്റ്റ് കേട്ടോ ഈ വൈറ്റ് സോസ് പാസ്ത. കുട്ടികൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടും. ഇതും അതേപോലെ തന്നെ ചെറിയ തീയിലിട്ട് പിന്നെ ചെറിയതായിട്ടൊന്ന് എന്താ പറയുക ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ അതേപോലെ അതിൻ്റെ മുമ്പ് ഞാൻ 3-4 ചിക്കൻ എടുത്തിട്ട് ബോൺലെസ് ചിക്കൻ കേട്ടോ, എല്ലില്ലാത്ത ചിക്കൻ എടുത്തിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടി മാത്രമിട്ട് ഫ്രൈ ആക്കിയിട്ട് ഒന്ന് ചതച്ച്. ഈ പാസ്തയിൽ വെള്ളം ആവശ്യം വരും. ഇപ്പോൾ നമ്മൾ തിളപ്പിച്ച് ഊറ്റുന്ന വെള്ളം ഇല്ലേ, അത് കുറച്ച് മാറ്റി വെച്ചിരുന്നു. അപ്പോൾ അത് അതിലേക്ക് വെച്ച് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതാകുമ്പോൾ ഒന്നുകൂടി ടേസ്റ്റ്. നമ്മൾ തിളച്ച് വെന്ത വെള്ളമില്ലേ, മിക്സ് ആക്കിയതിന് ശേഷം അതിലേക്ക് തന്നെ ചിക്കൻ കൊടുക്കുന്നുണ്ട് കേട്ടോ. ചിക്കന് പിന്നെ എന്താ പറയുക, നേരത്തെ പൊടിച്ച് വെച്ച ചിക്കനാണ് അതിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കുക. പിന്നെ അതിൻ്റെ മുകളിൽ തന്നെ ഇല്ലേ നമുക്ക് കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കണം. കുരുമുളക് പൊടി പിന്നെ ഈ സമയത്ത് ഉപ്പൊക്കെ ഉണ്ടോ നോക്കാണ്ട് ഉപ്പിട്ടിട്ടാണ് ഞാനിത് പാസ്ത വേവിപ്പിച്ച് ഉപ്പിട്ടിട്ടാണ്. അതേപോലെ ചിക്കനിലും ഉപ്പുണ്ട്. പിന്നെ വൈറ്റ് സോസിൽ കുറച്ച് ഉപ്പിട്ടിരുന്നു. അപ്പോൾ അത് എല്ലാം ചെയ്തതിന് ശേഷം പാകത്തിന് ഉപ്പുണ്ട് നോക്കണം. പിന്നെ ചീസില്ലേ, മുസല്ല ചീസാണ് നല്ലത്. ഞാൻ സാധാരണ ബ്രെഡിലൊക്കെ ചെയ്യുന്ന ചീസായിട്ടിട്ടത്. അത് ഉണ്ടെങ്കിൽ കുറച്ച് ഇട്ട് കൊടുക്കുക. പിന്നെ അതേപോലെ കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ട് പിന്നെ അതേപോലെ ഇതില്ലേ ഒറിഗാനോ ഇല്ലേ, ഒറിഗാനോ ഇടുമ്പോൾ പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അത് ഇല്ലെങ്കിൽ കുഴപ്പമില്ല, പക്ഷെ അത് നല്ലതാണ്. അതൊന്ന് ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുക. ഉണ്ടല്ലേ ഒറിഗാനോ കുറച്ചൊരു സ്പൂൺ ഇട്ട് കൊടുക്കുന്നുള്ളൂ. അത് ഇടുമ്പോൾ അതിൻ്റെ ഒരു ആവി ഒരു നല്ലൊരു സ്മെല്ല്, നല്ലൊരു ടേസ്റ്റുമാണ് കേട്ടോ. അപ്പോൾ അതും ഒരു സ്പൂണ് കുരുമുളക് പൊടി. പിന്നെ ഞാൻ എരിവിന് വേറെ നോക്കിയിട്ടില്ല കേട്ടോ. പിന്നെ ചില്ലി ഫ്ലെക്സ് ഇല്ലേ, മറ്റൽമുളകിൻ്റെ പൊടിച്ചതില്ലേ, പൊടിയല്ല, ഇങ്ങനെ എന്താ പറയുക ഫ്രഷ് ആക്കി എടുത്തല്ലേ, അതും കുറച്ച് മുകളിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ.
എന്നിട്ട് പിന്നെ ഒരു 5 മിനിറ്റ് വെച്ചതിന് ശേഷം അതെല്ലാം ആക്കിയതിന് ശേഷം 5 മിനിറ്റ് നമുക്കൊന്ന് 5 മിനിറ്റ് അല്ല 1 മിനിറ്റോളൊന്ന് ചെറിയ തീയിലിട്ടൊന്ന് ആവി ഒന്ന് വരുന്നവരെ ആക്കാം. അപ്പോൾ നല്ല അടിപൊളി വൈറ്റ് സോസ് പാസ്ത തയ്യാറായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ചെയ്തു വെക്കുക. മക്കൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടും. എന്താ വെച്ചാൽ അധികം എരിവുമില്ല, പിന്നെ അതേപോലെ ചിക്കനും വെജിറ്റബിളും. അതിന് വൈറ്റ് സോസ് ഇല്ല, വൈറ്റ് സോസ് നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അത് ചെയ്യുമ്പോൾ നല്ല ശ്രദ്ധിക്കണം. ബട്ടർ ഇട്ടതിന് ശേഷം ചെറിയ തീയിൽ വെച്ചിട്ടാണ് മൈദ ചെയ്യൽ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.